ഈ ശംഖുവിന്റെ സഹായി അനീഷും ശംഖുവിന്റെ മകനും കൂടെ കൂടി വിളിച്ചിരുന്ന് എന്നെ ആക്രമിക്കരുത്. എന്റെ വണ്ടി അടിച്ച് ചതച്ച് എന്റെ മോളെ കാലടിച്ച് സിമെന്റ് എടുത്ത് എറിഞ്ഞ് ചതച്ച് കയ്യെ വെട്ടി, എന്നെ വെട്ടി അവക്കളെ കയ്യെ കൊണ്ട് എന്റെ ദേഹത്ത് ഏതാണ്ട് 18 തുന്നലുള്ള മുറിവുകളുണ്ട്. 2:30 വന്ന് മുണ്ടഴിച്ച് കാണിച്ച് അസഭം പറയും, ചീത്ത വിളിക്കുകയും പിന്നെ രാത്രിയിലും ഇരുന്ന് ചീത്ത വിളിക്കുകയും ചെയ്തതിന്റെ പേരിൽ 1-ാം തീയതി കൊണ്ടുവന്ന് കേസ് കൊടുത്തത് അന്ന് അവന്മാരെ വന്ന് പോലീസുകാർ അനാസ്ഥ കാണിച്ചുകൊണ്ടാണ്. അല്ലായിരുന്നെങ്കിൽ ഇന്നത് സംഭവിക്കത്തുമില്ലായിരുന്നു. എനിക്കും എൻ്റെ അച്ഛനും ഇനി ജീവിക്കാൻ അവന്മാര് ഗുണ്ടകളും നിരവധി കേസിലെയും കാപ്പ കേസിലെയും കഞ്ചാവ് കേസിലെയും എല്ലാം പ്രതികളാണ്. വന്ന് പറഞ്ഞിട്ട് നിന്നെ കൊന്ന് തീർത്തിട്ട് ഞാൻ പിന്നെ പോലീസ് സ്റ്റേഷനിൽ പോവടാ എന്നും പറഞ്ഞാണ്ട് ഇവൻ വരുന്നത്. പറഞ്ഞു നടക്കുക, നാട് മൊത്തം പറഞ്ഞുകൊണ്ട് നടക്കുക. കണ്ണൻ, ഈ കസ്റ്റഡിയിലുള്ള ആളുകളുടെ പശ്ചാത്തലം സംബന്ധിച്ച് പോലീസിനും അറിവുള്ളതല്ലേ? അങ്ങനെയെങ്കിൽ നൽകിയ പരാതി ഗൗരവത്തോടെ കാണുമായിരുന്നു. ഇത്രയും വലിയൊരു ഡിലേ അത് പോലീസിന്റെ ഭാഗത്തു നിന്നും തികഞ്ഞ അനാസ്ഥ ഉണ്ടാകും. നമ്മൾ പല കേസുകളിലും കണ്ടിട്ടുള്ളതുപോലെ കാലതാമസം വരികയും ക്രിമിനലുകൾ അത് തിരിച്ച് ഈ പരാതിയുടെ പേരിൽ ഒരു വൈരാഗ്യം തീർക്കലായി മാറുന്നുണ്ടെങ്കിൽ പോലീസിന്റെ റോളും അനാസ്ഥയും വളരെ പ്രധാനപ്പെട്ടതാണ്. തീർച്ചയായും പ്രജീഷ, ഇതൊരു വലിയ അനാസ്ഥയുടെ കാര്യം തന്നെയാണ്. കാര്യം ഈ സംഭവത്തിൽ ഇവർക്ക് വെട്ടേറ്റു, 18 തുന്നലുണ്ട് എന്ന് 68 വയസ്സുള്ള വയോധികൻ പറയുന്നു. മകൾക്കും വെട്ടേറ്റ് പരിക്കേറ്റിട്ടുണ്ട്. ആ വെട്ടേറ്റത് വേറെ ഏതെങ്കിലും ഒരു മരണം സംഭവിക്കുന്ന തരത്തിലേക്കായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഇതായിരിക്കില്ലായിരുന്നു സ്ഥിതി. കാര്യം നേരത്തെ 30-ാം തീയതി പരാതി നൽകിയതാണ്. 13 ദിവസങ്ങൾക്കിപ്പുറം ഈ പറയുന്ന മണൽ സ്വദേശിയായിട്ടുള്ള ചങ്കു സുനിൽ എന്ന് വിളിക്കുന്ന വ്യക്തി, അയാൾ റൗഡി ലിസ്റ്റിൽപ്പെട്ട ആളാണ്. ഏരൂർ പോലീസിന് കൃത്യമായി ഇയാളെക്കുറിച്ച് കാര്യങ്ങൾ അറിയാവുന്നതാണ്. അങ്ങനെയുള്ള ഒരു ഗുണ്ടാ ലിസ്റ്റിൽപ്പെട്ട, ഒരു റൗഡി ലിസ്റ്റിൽപ്പെട്ട ഒരാൾ ഇത്തരത്തിൽ ഒരു സ്ത്രീയോട് മോശമായി പെരുമാറുകയും വസ്ത്രം അടിച്ച് കാണിക്കുകയൊക്കെ തന്നെ ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായാൽ അയാളെ പിടിച്ചുകൊണ്ടുവന്ന, ഒരു സ്ത്രീയാണ് പരാതി നൽകിയത്, പിടിച്ചുകൊണ്ടുവന്ന് കാര്യങ്ങൾ ചോദിക്കുക എന്നുള്ളത് പോലീസിന്റെ ധാർമ്മിക ഉത്തരവാദിത്തമാണ്. ആ ധാർമ്മിക ഉത്തരവാദിത്തം നടപ്പാക്കാൻ പോലും ഏരൂർ പോലീസ് തയ്യാറായില്ല. ഏതെങ്കിലും തരത്തിൽ ഈ പോലീസും ഈ റൗഡി ലിസ്റ്റിൽപ്പെട്ട വ്യക്തിയും തമ്മിൽ ബന്ധമുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ അത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ തന്നെ നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. എന്ന് തന്നെയായാലും ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഓർമ്മിപ്പിക്കുന്ന കഴിഞ്ഞ ദിവസം ഈ ചെന്താമരയുടെ കേസ്, അതിലുണ്ടായിട്ടുള്ള പോലീസ് വീഴ്ച നിയമസഭയിൽ വന്നപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് ഒറ്റപ്പെട്ട സംഭവമായി മാത്രം കണ്ടാൽ മതി എന്നാണ്. അപ്പോൾ ഈ പോലീസ് എന്താണ് കൃത്യമായി അറിവുണ്ടത്? ഗുണ്ടാ ലിസ്റ്റിൽപ്പെട്ട ആളുകളാണ് ഈ വ്യക്തികൾ, 2 പേരെന്നറിയാം. അപ്പോൾ നൽകിയ പരാതി ഗൗരവത്തോടെ കാണാം. ഇവരുടെ ഭാഗത്തു നിന്നും പ്രത്യാഘാതം ഉണ്ടാകാം. പരാതി നൽകിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രതികാര നടപടി പ്രതീക്ഷിക്കണം. അങ്ങനെയൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് പോലീസ് ഉണ്ടാക്കിയിട്ടുള്ള ഈ കൃത്യവിലോപം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിനുമേൽ പരിശോധന ഉന്നതതലത്തിൽ SP തലത്തിലും ഒക്കെ തന്നെ ഉണ്ടാകാനുള്ള സാധ്യത. അങ്ങനെ പരാതി എന്തെങ്കിലും കുടുംബം നൽകിയിട്ടുണ്ടോ കൂടുതലായി? തീർച്ചയായും ഈ സംഭവത്തിൽ പോലീസിന്റെ അനാസ്ഥ സംബന്ധിച്ച് ഒരു പരാതി നൽകാൻ തന്നെയാണ് ഇപ്പോൾ ഈ വെട്ടേറ്റവരുടെ തീരുമാനം. കാര്യം പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിക്കും SP-ക്കും മുഖ്യമന്ത്രി അടക്കമുള്ള ആൾക്കാർക്ക് പരാതി നൽകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുള്ളത്. നേരത്തെ ചെന്താമരയുടെ കേസ് പറഞ്ഞപ്പോൾ ഒരു ഒറ്റപ്പെട്ട കേസാണ്. പല വിഷയങ്ങളും ഇങ്ങനെ സംഭവിക്കുമ്പോൾ അത് ഒറ്റപ്പെട്ട കേസായി മാറുകയാണ്. പക്ഷേ ഇങ്ങനെ നിരവധി സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, ഇത്തരത്തോളമുള്ള ഒറ്റപ്പെട്ട കേസുകൾ കൂട്ടായി വരുമ്പോൾ ഇത് കേരളത്തിലാണ് നടക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു സാഹചര്യമാണ്. കാര്യം പലപ്പോഴും ഇത്തരത്തിൽ അവർക്ക് 2 പേർക്കും ഗുരുതരമായി വെട്ടേറ്റിട്ടുണ്ട്. പക്ഷേ അത് മരണത്തിലേക്ക് നയിച്ചില്ല എന്നത് വലിയ ഒരു ആശ്വാസം തന്നെയാണ്. ആ ഒരു സാഹചര്യത്തിൽ വേറെ എന്തെങ്കിലും സംഭവം ഉണ്ടായിരുന്നെങ്കിൽ, ഒരു അത്യാഹിതം ഉണ്ടായിരുന്നെങ്കിൽ ആര് ഉത്തരവാദിത്വം പറയും എന്നുള്ള ചോദ്യമാണ്. ഏരൂർ എന്ന് പറയുന്ന ഗ്രാമപ്രദേശമാണ്, ബ്രിജീഷ് അറിയാമല്ലോ. ആ പ്രദേശത്ത് ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങൾ ഒക്കെ നടക്കുന്ന സമയത്ത് കൃത്യമായി ഇടപെടാൻ സാധിക്കുന്ന ഒരു സംവിധാനം പോലീസ് സ്റ്റേഷൻ തന്നെയാണ്. വലിയ രീതിയിലുള്ള കേസുകളോ മറ്റ് വലിയ തർക്കങ്ങളോ ഒന്നും തന്നെ ഉള്ള കേസുകൾ സ്റ്റേഷനൊന്നുമല്ല. പക്ഷേ ഈ സംഭവവുമായി ബന്ധപ്പെട്ട്, ഈ പരാതിയുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള നടപടി